മണ്ഡലങ്ങളിൽ എങ്ങനെയായിരിക്കും സാഹചര്യങ്ങൾ എന്ന് പറയാനാകില്ല. പലരും നേരത്തെ തന്നെ ഒന്ന് സ്ഥാനം പിടിച്ചവരുണ്ട്. ഇപ്പൊ നിങ്ങൾ മഞ്ചേരിക്കാരനാണോ? അല്ല, ഞാൻ കോഴിക്കോടുകാരനാണ്. ഈ അൻവറിന്റെ പരിപാടിക്ക് വേണ്ടി മാത്രമായിട്ട് വന്നതാ. എന്താണ് നിങ്ങളെ ഇങ്ങോട്ട് വരാൻ പ്രേരിപ്പിച്ചത്? ഇങ്ങോട്ട് പ്രേരിപ്പിച്ചതിന്റെ കാരണം അദ്ദേഹം ഒരു ആൺകുട്ടിയാണ്. ചങ്കുറ്റത്തോടു കൂടി കാര്യങ്ങൾ പറഞ്ഞതിൽ കാരണം അദ്ദേഹം ഒരു പാർട്ടിയിൽ നിന്ന് പ്രവർത്തിച്ചുകൊണ്ട് അതിൻ്റെ ഉള്ളിലുണ്ടായ വ്യത്യാസങ്ങളും അനുഭവങ്ങളും അയാൾ ആ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ജനങ്ങളോട് ചോദിച്ച് വോട്ട് വാങ്ങി വിജയിച്ച അദ്ദേഹം നേരായ സത്യാവസ്ഥയാണ് വിളിച്ചു പറഞ്ഞത്. അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അദ്ദേഹം വിളിച്ചു പറഞ്ഞതുകൊണ്ട് അദ്ദേഹത്തിന് ഇന്ന് സ്ഥാനം മാറ്റങ്ങളും അദ്ദേഹത്തിന്റെ കാലുവെട്ടും കൈവെട്ടും സത്യം പറയുന്നവരെ കൊല ചെയ്യാനാണ് ഈ പാർട്ടി നടക്കുന്നതെന്നുള്ളത് നമുക്കറിയാം. കാരണം എല്ലാവരും തട്ടിയിട്ടുള്ളൂ. സത്യാവസ്ഥ ആര് തുറന്നു പറഞ്ഞാലും അവർക്ക് രക്ഷയില്ല. ഇവിടുത്തെ കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ 3.5 കോടി ജനങ്ങളാണുള്ളത്. ഈ 3.5 കോടി ജനങ്ങളിൽ 10% മുതലാളിമാരും ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരുമാണ്. അവർക്കൊന്നും ബുദ്ധിമുട്ടുകളില്ല. ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് അതിൽ 90% സാധാരണക്കാരാണ് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. പറഞ്ഞത് നിങ്ങൾ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങളാണ്? അല്ല, ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ എന്റെ മനസ്സിലുണ്ടായിരുന്ന അത്രയും കാര്യങ്ങളാണ് അദ്ദേഹം വിളിച്ചു പറഞ്ഞത്. അതിനാണ് എനിക്ക് അദ്ദേഹത്തിനോട് അതിയായ താല്പര്യം കൊണ്ടാണ് ഞാൻ കോഴിക്കോട് നിന്ന് ഇവിടെ വരാനുള്ള കാരണം. അദ്ദേഹത്തിനെ കാണാനും അവരോട് സംസാരിക്കാനും വളരെയധികം ഇഷ്ടമുണ്ട്. കാരണം ഞാൻ മറ്റൊരു രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന ആളാണ്. രാഷ്ട്രീയ പാർട്ടി സംഘടന രൂപീകരിച്ച് പ്രവർത്തിക്കുമോ? അങ്ങ് അതിന്റെ ഭാഗമാണ്? തീർച്ചയായിട്ടും എന്റെ മനസ്സിൽ അദ്ദേഹത്തിനോടല്ലാതെ പിന്നെ വേറെ ആരാണ് ഈ സത്യാവസ്ഥ പറയുന്ന കൂട്ടത്തിലേക്കാണ് എനിക്ക് ഇഷ്ടം. കാരണം എന്റെ മനസ്സിൽ ഉൾക്കൊള്ളുന്ന കാര്യങ്ങൾ അദ്ദേഹം. ഞാൻ വതായി അൻവർ ഖാന്റെ നാട്ടിൽ തന്നെയാണ്. ആ നാട്ടിൽ നിന്ന്. എന്താണ് നിങ്ങൾക്ക് വ്യക്തിപരമായിട്ട് അൻവറിന്റെ? വ്യക്തിപരമായിട്ട് പറഞ്ഞാല് മൂപ്പരിപ്പ് പറഞ്ഞാൽ ഇപ്പൊ ഈ 140 MLA കൂട്ടത്തിൽ ആൺകുട്ടിയാണ്. നിയമസഭയിൽ ഇങ്ങനത്തെ ഒരു കാര്യം പറയാൻ വേറെ ആളില്ലല്ലോ. അതന്നെയാണ് നമുക്കുള്ള ഗുണം. അൻവർ ഒറ്റപ്പെട്ടു പോകുന്നുള്ള ഒരു കണക്കൂട്ടൽ അങ്ങനെ ഈ വിചാരിക്കണവർക്ക് ഉണ്ടാവും, ഞമ്മക്കില്ല. എവിടെ ചെന്നാലും നിങ്ങൾ കാണുന്ന മാതിരി തന്നെ നിലമ്പൂരിപ്പ ചെറിയൊരു കാര്യം പെട്ടെന്ന് ഒരു വ്യക്തിന്റെ കഴിവാണല്ലോ അത്രയും ആൾക്കാരെ കൂട്ടിയത്. പാർട്ടിയല്ലല്ലോ കൂട്ടിയത്. അത് ഈ ഏറനാടിലും നിലമ്പൂരും അയാൾ നിന്നാല് ലക്ഷത്തിന് മേലെ ഭൂരിപക്ഷം ജയിക്കാൻ എല്ലാ പിന്തുണ അയാൾക്ക് ജനങ്ങളെടുത്തുന്നുണ്ട്. അയാൾ സത്യസന്ധമായിട്ട് അയാൾ കിട്ടുന്ന MLA പൈസ അയാളെ സമ്പത്ത് മുഴുവൻ ജനങ്ങൾക്ക് വേണ്ടി ചെലവാക്കുന്നത്. വേറെ ലോല മാതിരി ബാങ്ക് ബാലൻസിന് ബാങ്കിൽ കൊണ്ടിടുകയല്ല. ഇയാളെ നയിച്ചുണ്ടാക്കുന്നത്, ഇയാളെ ബിസിനസ് ചെയ്യണതും ഇയാളെ ശമ്പളം ജനങ്ങൾക്ക് വേണ്ടി ചെലവാക്കുകയാണ്. പിന്നെ ഏത് പ്രായമുള്ള ആൾക്കാർക്കും അയാളെ സംബന്ധിച്ച് അയാളായിട്ട് ബന്ധമുള്ളവർക്ക് പറയാനുള്ളത് അയാൾ ഗുണം ചെയ്തതേ പറയാമല്ലോ, ദോഷമായിട്ടൊന്നും ചെയ്യാൻ പറയാനില്ല. വേറെ അനവധി MLA മന്ത്രിമാരും ഇവിടെ ഉണ്ട്. പിന്നെ ഇപ്പോഴത്തെ ഭരണത്തിന്റെ നേട്ടം എന്ന് പറഞ്ഞാല് ഇന്നപ്പോഴത്തന്നെ കൂലിപ്പണിക്കാരന് റോട്ടിലിറങ്ങി നടക്കാൻ വയ്യ. പോലീസുകാർ അജാതി കാട്ടല കാണിക്കുന്നത്. 500-600 കൂലി ഇട്ടിട്ട് ഞാൻ ഇവർക്ക് ഫൈൻ അടക്കുക അതോ ഞാൻ പെരീക്കായിരിക്കും വേണ്ടത്? പറയുന്നതൊക്കെ നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ തീർച്ചയായിട്ടും. ഒരു പോലീസുകാരൻ പുറത്തേക്ക് ഇറങ്ങാൻ അയക്കണില്ല. ഒരു വീട്ടിൽ നിന്ന് പള്ളിയൊക്കെ ബാങ്ക് കൊടുത്ത പള്ളിയൊക്കെ പോകാൻ പറ്റണില്ല. അന്നേരം ഹെൽമെറ്റ് ഇട്ടില്ലേ ഫൈൻ എഴുതുക? ഹെൽമെറ്റ് ഇടണം. ഒരു വീട്ടിൽ പള്ളിക്കൊക്കെ പോകാൻ ഹെൽമെറ്റ് ഇടണം പറഞ്ഞാല് അത് കുറഞ്ഞ വീടല്ലുള്ള പള്ളി പറഞ്ഞാല് അതിന് വരെ സംസാരിക്കാൻ പാർട്ടി ഇല്ല ഇവിടെ. പാർട്ടി അൻവറിന്റെ ഈ നീക്കം വിജയം കാണുന്നതാണ്. യാതൊരു സംശയമില്ല. എന്താ ആർക്കും സംശയമില്ല. വിജയം കാണുന്നില്ലതുകൊണ്ടാണ് ഇവരിപ്പോ ഈ നിലമ്പൂരത്തെ പരിപാടിക്ക് കൈ വെട്ടും കാല് വെട്ടും തന്നെ. ആ വെട്ടെന്ന് പറഞ്ഞ ആൾക്കാരെ പിന്നെ സഖാക്കളെ കണ്ടിട്ടില്ല. ഓല ആ വെട്ടെന്ന് പറഞ്ഞ ആ പോക്കാണ് പോയതാ. പിന്നെ ഓല എവിടെയാന്നില്ല യാതൊരു അഡ്രസ്സും ഇല്ല. നിങ്ങളൊക്കെ അൻവറിന്റെ പരിപാടിക്ക് എത്തിയവരാണോ? അല്ലേ? അതെ അതെ അതെ. എന്താണ് ഞാൻ കാവനൂരുന്ന. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? യഥാർത്ഥത്തില് പ്രതിപക്ഷ നേതാക്കൾ വരെ ഈ ചങ്കൂറ്റത്തോടുകൂടി പിണറായിക്കെതിരെ വർത്താനം പറഞ്ഞില്ല. അതുകൊണ്ട് തന്നെ അൻവർ പറയണ കാര്യങ്ങൾ എല്ലാവരുടെ മനസ്സിലുണ്ട്. ഇങ്ങനെ ഓരോ ബുദ്ധിമുട്ടുകൾ എല്ലാ നിലക്കും ജനങ്ങളെ ദ്രോഹിക്കുകയാണ്. CPM പാർട്ടിക്കാർ വെറും പിണറായിയുടെ അടിമകളായിട്ട് ഒരു കാര്യം തുറന്നു പറയാതെ ഒരു MLA പോലും പിണറായിയുടെ അടുക്കാൻ സാധിക്കാത്ത പോലത്തില് ഫുള്ള് അഴിമതി. ഈ കറണ്ട് ബില്ല് കൂട്ടി, വെള്ള ബില്ല് കൂട്ടി, എല്ലാ നിലക്കും ജനങ്ങളെ ദ്രോഹിക്കുക. ഈ ഒരു സാധാരണക്കാരന് ഒരു 1000 സ്ക്വയർ ഫീറ്റ് പേരെടുക്കുന്ന ആള് അതിന്റെ വില കൂട്ടി. എല്ലാ നിലക്കും, ഒരു നിലക്കില്ലാതെ എല്ലാ നിലക്കും വില കൂട്ടി. അത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യം. അതെ അതെ അതെ, ജനങ്ങൾക്കുള്ള കാര്യങ്ങൾ തന്നെയാണ് അൻവർ പറയുന്നത്. പക്ഷെ പ്രതിപക്ഷ നേതാക്കൾ എന്തുകൊണ്ടത് പറയണില്ല, അത് ഏറ്റെടുക്കണില്ല. അതാണ് പ്രശ്നം. ഈ ജനങ്ങളെ പ്രശ്നം പ്രതിപക്ഷങ്ങൾ സംഘടന പോലെ ഏറ്റെടുക്കുന്നത്, പ്രതിപക്ഷ നേതാവ് പോലെ ഏറ്റെടുക്കുന്നത്. അതാണ് അൻവർ പറഞ്ഞ കൂട്ടുകെട്ട് അല്ലേ, നെക്സസ്. അതാണ് നെക്സസ് കൂട്ടുകെട്ട്. അതാണ് യഥാർത്ഥത്തില്. അശ്വതി എത്തിച്ചേർന്ന ആളുകളൊക്കെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. പരിപാടി തുടങ്ങാൻ ഇനി മണിക്കൂറുകളുണ്ട്. പക്ഷെ അതിനു മുമ്പ് തന്നെ ഇവിടെ കോഴിക്കോട് നിന്ന് വന്ന ആളുകളൊക്കെ ഇവിടെ എത്തിച്ചേർന്ന് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ
അൻവറിന്റെ ഒരു കരുത്ത്, അൻവറിന്റെ ഒരു വിശ്വാസം ഈ ഇരിക്കുന്ന എത്തിച്ചേരാനുള്ള ജനങ്ങളിലേക്ക് തന്നെയാണ്. വരും മണിക്കൂറുകളിൽ ഈ സീറ്റെല്ലാം തന്നെ നിറയും, ഈ ഒരു സദസ്സ് നിറയുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാലാവസ്ഥ മാത്രമാണ് അല്പം ആശങ്ക നൽകുന്നത്. എന്താണെങ്കിലും നമുക്കിനി അറിയേണ്ടത് DMK-യുടെ ഭാഗത്തു നിന്നുള്ള ഈ ഒരു പ്രതികരണത്തോട് അൻവർ എങ്ങനെ മറുപടി പറയും എന്നുള്ളതാണ്. അതൊരു പക്ഷേ ഈ വേദിയിൽ വെച്ച് പറയുമോ അതിനു മുമ്പ് പറയുമോ എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് എത്രത്തോളം ആളുകൾ ഈ ഒരു പ്രതികൂല കാലാവസ്ഥയിലും ഇവിടേക്ക് എത്തിച്ചേരുമെന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ എന്തെല്ലാം പുതിയ കാര്യങ്ങളാണ് വാർത്താ സമ്മേളനങ്ങളിൽ പറഞ്ഞതിനപ്പുറം എന്തെല്ലാം പുതിയ കാര്യങ്ങളാണ് PV അൻവർ ഇന്ന് ഈ രാഷ്ട്രീയ പാർട്ടി അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സംഘടന പ്രഖ്യാപിക്കുന്ന വേദിയിൽ വെച്ച് പറയുക എന്നുള്ളതാണ്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. ശരി, അനുമോദ് എന്തായാലും